നമസ്കാരം. തിരുമല വാർഡ് കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ കെ അനിൽകുമാർ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും. സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന ആത്മഹത്യാക്കുറിപ്പെഴുതിയാണ് അനിൽകുമാർ ജീവനൊടുക്കിയത്. അതുകൊണ്ട് തന്നെ ആ സംഭവം ബി.ജെ.പിക്കും തലവേദനയാണ്. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത്. 52 വയസ്സായിരുന്നു. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണം കുറിപ്പിലുണ്ട്. ഇന്ന് രാവിലെ 8:30 മണിയോടെ തിരുമലയിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് ജീവനൊടുക്കിയത്. അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 6 കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതോടെ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു. പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിൽ അനിൽകുമാറിനെയാണ് പോലീസ് വിളിപ്പിച്ചത്. സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റാരും സഹായിച്ചില്ല. താനും തന്റെ കുടുംബമോ ഒരു പണം ഇതിൽ നിന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ എല്ലാ കുറ്റവും തന്റെ പേരിലാണ്. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ബി.ജെ.പി. നേതാവ് വി രാജേഷ് പറഞ്ഞു. എന്നാൽ വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.